നമസ്കാരം. ശിബിഡിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് കണ്ണൂർ MDCയുടെ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം. കോവിഡ് കാല ട്രോളുകൾ ഒരു പെൺ കാഴ്ച എന്നാണ് ഈ പാഠത്തിന്റെ പേര്. അപ്പൊ കോവിഡ് കാലത്തിനെ കുറിച്ച് നമുക്കറിയാം. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വീടുകളിൽ ഇരുന്ന സമയമായിരുന്നു കോവിഡ് കാലം. ആ സമയത്ത് സ്ത്രീകളെ ട്രോളുക, അതായത് അവിടെ ഇരുന്ന് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊറോണ വൈറസിനെ ഭയന്ന് നമ്മൾ പുറത്തിറങ്ങാതിരുന്നല്ലോ. എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സ്ത്രീകളെ കുറിച്ചുള്ള ട്രോളുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മാധ്യമ പ്രവർത്തകയായിരുന്ന കാലത്ത് ഒരിക്കൽ തടവ് പുള്ളികളായ കുറച്ച് സ്ത്രീകളുമായിട്ട് ഞാൻ സംസാരിച്ചു എന്ന് ലേഖിക പറയുന്നു. അന്ന് അവര് പറഞ്ഞത് പുറം ജീവിതവും ജയിൽ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇവിടെയാണെങ്കിൽ ഭർത്താവിന്റെ തല്ലുകൊള്ളണ്ട. ചില വശങ്ങൾ നോക്കുമ്പോൾ ഇതിന് കൂടുതലും ജയിൽ ജീവിതം എന്നുള്ള കുറച്ചുകൂടെ വിശ്രമം ഉള്ളതാണ്. അപ്പൊ ഇതാണ് സാക്ഷര കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ. എന്നാലും ജെ ദേവിക എന്ന ലേഖിക നിരീക്ഷിച്ചതുപോലെ അർദ്ധ പൗരത്വമുള്ള ഒരു വിഭാഗമാണ് കേരളത്തിലെ സ്ത്രീകൾ. അതായത് ദിവസത്തിന്റെ പകുതി ഭാഗവും അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്താണ് ആളുകൾ ജീവിക്കുന്നത്. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ, അപ്പൊ കുടുംബം നോക്കാനായി ജോലിക്ക് പോകുന്ന സ്ത്രീയാണെങ്കിൽ ജോലി കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് എത്തി വീട്ടിലെ ബാക്കി കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പൊ വീടെന്ന് പറയുന്നത് സ്ത്രീയുടെ തൊഴിലിടമാണ്, ആണിന്റെ വിശ്രമ സ്ഥലം. ആണുങ്ങൾ വന്ന് വിശ്രമിക്കും, സ്ത്രീകൾ ഇവിടെ തൊഴിൽ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്ത് തൊഴിൽ ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവിടെയും അവൾ തൊഴിലെടുക്കുന്നു, തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെയും ജോലി ചെയ്യുന്നു. അപ്പൊ എവിടെയാണ് അവൾക്കൊരു വിശ്രമ സ്ഥലം? അപ്പൊ ഒരേ തരത്തിലുള്ള വീട്ടുപണികളുടെ മടുപ്പ് അവളെ മരണം വരെ ഒരു ബാധ്യത പോലെ അവളുടെ പിന്നാലെ പോകുന്നു. അപ്പൊ പുറം ലോകം ആണിനും അകം ലോകം പെണ്ണിനുമാണ്. അതാണ് പുരുഷാധിപത്യം വിധിച്ചിരിക്കുന്നത്. അപ്പൊ പുറത്തുപോയി ജോലി ചെയ്യുന്ന വീട്ടമ്മമാര് പോലും സ്ത്രീകൾ പോലും എത്രയും വേഗം വീട്ടിലെത്താനാണ് ശ്രമിക്കുന്നത്. വീട്ടമ്മമാർ ഏതാണ്ട് സദാസമയം വീട്ടിനകത്ത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇതിനൊക്കെ ഒരു അപവാദവും കൂടി ഉണ്ട്, അതായത് മറുവശവും കൂടെ ഉണ്ട്. വീട്ടമ്മമാര് ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം അവരും പല കാര്യങ്ങളിലേക്ക് ഏർപ്പെടാനായി പുറം ലോകത്തേക്ക് എത്തുന്നു എന്നുള്ളതും കൂടെ ഉണ്ട്. ഒരു തരത്തിലുള്ള ലോക്ക്ഡൌൺ ജീവിതം തന്നെയാണിതെന്ന് ലേഖിക പറയുന്നു. അപ്പൊ ആൺകോയ്മയാണ്, ആണുങ്ങളാണ് ഈ ലോക്ക്ഡൌൺ ജീവിതം നമുക്ക് സമ്മാനിച്ചത്. ഇനി ലോക്ക്ഡൌൺ ജീവിതം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് കൊറോണ വൈറസിനെ പേടിച്ച് ലോക്ക്ഡൌൺ ആയി എല്ലാവരും വീടുകളിലിരുന്ന ഒരു സമയം. ആ സമയത്ത് ആണുങ്ങൾ പെണ്ണുങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു ലോകത്തേക്ക് ആണുങ്ങൾ കൂടെ വന്ന് നിറയുകയാണ്. അപ്പോൾ ആണുങ്ങൾ എങ്ങനെയാണ് കോവിഡ് കാലം ചെലവിട്ടതെന്ന് സ്ത്രീകളുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഒരു റിസോർട്ടിലേക്ക് ടൂർ പോയതുപോലെയായിരുന്നു ഹസ്ബൻഡിന്റെ അവസ്ഥ. അപ്പൊ ജോലി ഇപ്പോൾ ഷിഫ്റ്റ് ഒക്കെ മാറി വീട്ടിലിരുന്ന് ചെയ്താൽ മതി, പിള്ളേരെക്കാളും കഷ്ടം, ഇടയ്ക്കിടയ്ക്ക് തിന്നണം, പിന്നെ അവിടെയും ഇവിടെയും അത് പറയുന്നതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ 4 പ്രാവശ്യം വീടടിച്ച് വാരണം, 2 പ്രാവശ്യം തുടയ്ക്കണം, ഒരു ബെഡ് മാറ്റി ഇരിക്കുമ്പോഴേക്കും ബെഡ് മാറ്റി വിരിക്കുമ്പോഴേക്കും ഉറങ്ങും. അതായത് വീട്ടിലിരുന്ന് ഭാര്യയെ ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അവരുടെ കോവിഡ് കാല ജീവിതം. ഇങ്ങനെ ഒരു സുഖം പരിപാടി ആണുങ്ങൾക്ക് വേറെ അല്ല. രാവിലെ എണീക്കുക, TV നോക്കുക, വീണ്ടും തിന്നുക, TV നോക്കുക, ഉറക്കം, വൈകുന്നേരം ചായ, വീണ്ടും TV, ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. അപ്പൊ ഇതൊരു ഓഡിയോ ക്ലിപ്പാണ് ലോക്ക്ഡൌൺ ജീവിതത്തെ കുറിച്ച് ഒരു വീട്ടമ്മ പറഞ്ഞതാണ്. അപ്പൊ ആണുങ്ങൾ ഹോട്ടലിൽ എങ്ങനെയാണോ ഭക്ഷണ സാധനങ്ങൾക്ക് ഓർഡർ കൊടുക്കുന്നത്, അതുപോലെ ഓർഡർ കൊടുത്തിട്ട് കാത്തിരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്തു? ആ സമയത്തും പണിയെടുത്ത് മരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു കുടുംബ ചിത്രം ഉണ്ടല്ലോ, നിർത്താതെ പണിയെടുക്കുന്ന സ്ത്രീ അടുക്കളയിൽ, മുൻവശത്തെ കസേരയിൽ നിവർന്നിരുന്ന പത്രം വായിക്കുന്ന ഒരു പുരുഷൻ. അപ്പൊ ഇത് നമ്മൾ വർഷങ്ങളെ പഠിച്ച പുസ്തകങ്ങളിലാണെങ്കിലും സീരിയലിലും സിനിമകളിലും ഇതൊക്കെയാണ് കാണുന്നത്. ഈ കാലത്ത് സ്ത്രീ അടുക്കളയിൽ വേർത്തൊലിച്ച് പണിയെടുക്കുമ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അവർ സ്മാർട്ട് ഫോണിൽ സമയം കൊന്നു. പോരാഞ്ഞിട്ട് സ്ത്രീയെ പരിഹസിക്കുന്ന, അതായത് അപമാനിക്കുന്ന മീമുകൾ എന്ന് പറയുന്നത്, അതായത് പോപ്പുലർ ഭാഷയിൽ ട്രോളുകൾ ഉണ്ടാക്കി പങ്കിട്ട് രസിച്ചു. അപ്പൊ പുരുഷന്റെ ആധിപത്യം അംഗീകരിക്കുന്ന സ്ത്രീകളും കൂടെ കൈകടിച്ചതിന് രസിച്ചു. അപ്പം ഭാര്യയെ കുറിച്ച് പറഞ്ഞത് കൊറോണയും ഭാര്യയും ഒരുപോലെയാണ്. കൊറോണയുടെ വിശ്രമ സ്ഥലത്ത്, കൊറോണ വിശ്രമ സമയത്ത് ഭാര്യ ഉണ്ടാക്കുന്ന ആഹാരം വച്ച് വിളമ്പി കഴിക്കുന്ന പുരുഷ കേസരികൾ അവരെ കളിയാക്കുന്ന ട്രോളുകളാണ് ഉണ്ടാക്കി വിട്ടത്. 24 മണിക്കൂറും ഭാര്യ തന്നെ മുന്നിൽ, ഇതിനും ഭേദം കൊറോണ വൈറസ് ആയിരുന്നു. അപ്പൊ ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. പുറത്തിരുന്നാൽ കൊറോണ, അകത്തിരുന്നാൽ ഭാര്യ, രണ്ടിനെയും സോപ്പിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് സമാധാനം. പിന്നെ രണ്ടിനെയും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെയായിരുന്നു അന്നത്തെ പുരുഷ മേധാവിത്വമുള്ള ട്രോളുകൾ. കൊറോണ വൈറസ് ഭാര്യമാരെ പോലെയാണ്, തല്ലിയും തെറി പറഞ്ഞ് നിലനിർത്താനാവില്ല, സോപ്പിടണം. ഇതും കോവിഡ് കാലത്തെ ഒരു ട്രോളായിരുന്നു. അപ്പൊ സ്ത്രീ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ
ബ്യൂട്ടി പാർലറുകൾ മാത്രം അനുവദിച്ചു കൊടുക്കുന്നതാണ് സ്ത്രീ സൗന്ദര്യം എന്നാണ് പുരുഷന്മാരെപ്പോഴും പറയുന്നത്. അപ്പൊ മേക്കപ്പ് ഇട്ടും ഇടാതെയുള്ള മുഖങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് വധു, ഭാര്യ, സിനിമാ നടി, വേദിയിൽ, ജീവിതത്തിൽ ഇങ്ങനെ നിരവധി ട്രോളുകൾ അന്ന് ഇറങ്ങി. അതുപോലെ ബ്യൂട്ടി പാർലർ അടച്ചുകൊണ്ട് താടിയും മീശയൊക്കെ വളർന്ന് മുഖത്തിന്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട ഭാര്യമാരെ കുറിച്ചുള്ള ട്രോളുകളും അന്ന് ഉണ്ടായിരുന്നു. പിന്നെ കട്ടിലിൽ കൂടെ കിടക്കുന്ന ഏതോ ഒരുത്തിയുണ്ട്, ഉറങ്ങാൻ ചേർന്നപ്പോൾ കട്ടിലിൽ ഒരുത്തി കിടപ്പുണ്ട്, സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭാര്യയാണ്, ബ്യൂട്ടി പാർലർ അടച്ചപ്പോൾ മേക്കപ്പ് കുറഞ്ഞുകൊണ്ട് ആളിനെ മനസ്സിലായില്ല. ഇതൊക്കെ പുരുഷ മേധാവിത്വത്തിന്റെ, സ്ത്രീയെ നിസ്സാരമായി ചിന്തിക്കുന്ന പുരുഷ മേധാവിത്വത്തിന്റെ വാക്കുകളാണ്. ഇനി വല്ലഭന് ട്രോളും ആയുധം എന്നുള്ള രീതിയിലായിരുന്നു സൈബർ സ്പേസ്, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനം. അപ്പൊ സ്ത്രീകളെ അടക്കി നിർത്താൻ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്ന ആണുങ്ങൾക്ക് ഈ ട്രോളുകളും അവർക്കൊരു ആയുധമായിട്ട് മാറി. അപ്പൊ സ്വന്തം അഭിപ്രായം പറയുന്ന സ്ത്രീകളെയും വ്യത്യസ്തരായ സ്ത്രീകളെയൊക്കെ സൈബർ സ്പേസിൽ ഇവര് തെറി വിളിച്ചു. ലൈംഗികത കൊണ്ടാണ് പൊതുവെ പുരുഷന്മാർ ഇവരെ നേരിടാറുള്ളത്. ആ ഇടത്തിലേക്ക് മീമുകൾ, അതാ പോപ്പുലർ ഭാഷയിൽ ട്രോളുകൾ വന്നു. അപ്പൊ ഒരു ജനതയുടെ ഉള്ളിൽ എന്താണ് മീമുകൾ അല്ലെങ്കിൽ ട്രോളുകൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഒരു ജനതയുടെ ഉള്ളിൽ ആവർത്തിച്ച് അനുകരിക്കപ്പെടുകയും പകർത്തപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആശയമോ സാംസ്കാരിക ഘടകവുമാണ് മീം. ഓൺലൈനായി അതിദ്രുതം പ്രചരിക്കുന്ന ഡിജിറ്റൽ ഉള്ളടക്കങ്ങളെയാണ് ഇന്റർനെറ്റ് മീം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ട്രോൾ എന്ന പദത്തിന് ഭീകര സത്വം എന്നോ കുള്ളൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ട്രോളുകൾ 2011 കൂടി ചളു, ഇന്റർനാഷണൽ ചളു യൂണിയൻ, ഇങ്ങനെയുള്ള ഓരോ ട്രോൾ ഗ്രൂപ്പുകൾ തന്നെ നമ്മൾ സൈബർ സ്പേസിൽ കണ്ടു തുടങ്ങി. ഇനി സരിത, സ്വപ്ന തുടങ്ങിയ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ചില സ്ത്രീകളെ കുറിച്ചുള്ള അവരെ ആക്രമിച്ചുകൊണ്ടുള്ള ട്രോളുകൾ ധാരാളമായിരുന്നു. പിന്നെ സ്ത്രീയെ ലൈംഗിക ശരീരമാക്കി ചുരുക്കി അശ്ലീല തമാശകളാണ് അവർ കൂടുതൽ ഇട്ടത്. സ്വപ്നയുടെയും സരിതയുടെയും ചിത്രത്തിനൊപ്പം വന്ന കമന്റുകൾ പുരുഷന്മാരാണ് അതിന്റെ നിർമ്മാണമെങ്കിലും കൂടുതൽ രസിച്ചത് സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീ വിരുദ്ധതയുടെ കേരള മോഡൽ ആണ്. കാരണം സ്ത്രീ വിരുദ്ധതയുടെ ഒരു കേരള, ബാക്കി ഒരു സംസ്ഥാനങ്ങളിൽ ഇത്രയ്ക്ക് മോശമായി സ്ത്രീകളെ ട്രോളുകളിൽ ചിത്രീകരിക്കപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്നത് സ്ത്രീ അനുകൂലമായ സ്ത്രീ പുരുഷ അനുപാതം, ഏറ്റവും ഉയർന്ന സ്ത്രീ വിദ്യാഭ്യാസ നിരക്ക്, ഇതെല്ലാം ഉള്ള ഒരു അഭ്യസ്ത വിദ്യരായ സ്ത്രീകളുള്ള സ്ഥലമാണ് കേരളമെങ്കിലും ഇത്തരത്തിലുള്ള ആൺകോയ്മകൾ എന്നും നമുക്ക് എതിരായിരുന്നു. അപ്പൊ വീടാൻകൂട്ടിൽ കുരുങ്ങിയ തത്തമ്മയായിരുന്നു 19-ാം നൂറ്റാണ്ട് വരെ സ്ത്രീ. അപ്പൊ അവരിൽ നിന്ന് ഒരുപാട് മുന്നേറ്റം നേടിയതാണ് ഇന്നത്തെ സ്ത്രീ. അതായത് സ്ത്രീകൾ പരിമിതമായ തോതിലെങ്കിലും മൂലധനം, പൈസ ഉണ്ടാക്കുന്നുണ്ട്, സാമ്പത്തിക നേട്ടമുണ്ട്, അവർക്ക് പദവിയുണ്ട്. ഇതെല്ലാം പുരുഷന്മാരെ വിരളി പിടിപ്പിക്കുകയാണ്. അപ്പൊ അവരുടെ അധികാരങ്ങൾ ചോർന്നു പോകും എന്നുള്ള ഇതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കൂടുതൽ ട്രോളുകളിലൂടെയൊക്കെ സ്ത്രീകളെ കളിയാക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ സൈബർ സ്പേസ് സ്ത്രീ വിരുദ്ധതയുടെ ഒരു അടയാളമായി മാറി. അപ്പൊ ബിഗ് ബോസ് വീടുകളായിരുന്നു കൊറോണ കാലത്ത് എന്ന് പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം വീടുകളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇവരുടെ ഒഴിവു സമയത്തെ തമാശയായിരുന്നു ഈ ട്രോളുകൾ എന്ന് പറയുന്നത്. അപ്പോഴും സ്ത്രീക്ക് ഒഴിവല്ലായിരുന്നു. അവൾ പണിയെടുത്ത് ഈ വീട്ടിലുള്ള മക്കൾക്കും ഭർത്താവിനും ഒക്കെ ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവള് പണിയെടുത്ത് തളർന്നു. ഈ ഒരു ട്രോളുകൾ നമ്മൾ തമാശയ്ക്ക് കാണുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ വീടുകളിൽ നടന്നുകൊണ്ടിരുന്ന ഗാർഹിക പീഡനങ്ങളും ഹിംസകളും ഒക്കെ പിന്നീടാണ് വെളിപ്പെട്ട് വന്നത്. 2020 ഓഗസ്റ്റ് മാസം ആയപ്പോഴേക്കും ധാരാളം അതിക്രമങ്ങൾ കേരളത്തിൽ ഉണ്ടായി. മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ആക്രമണങ്ങളും അപമാനങ്ങളും പീഡനങ്ങളും വീടുകളിൽ നടക്കുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടു. അപ്പൊ ശാരീരികവും മാനസികവും അക്രമങ്ങൾക്കൊപ്പം കുഞ്ഞുങ്ങൾക്ക് നേരെ വരുന്ന അതിക്രമങ്ങളും ഒക്കെ നമ്മൾ തടയാൻ കഴിയാത്ത വിധം ലോക്ക്ഡൌൺ കാലത്ത് വളരെ ഭീതിതമായ ഒരു അവസ്ഥയിലായിരുന്നു കേരളം. ഇനി കേരളത്തിലെ ഹാസ്യം എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യം ഉള്ള സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞല്ലോ. പാരഡി ഗാനങ്ങൾ, ടെലിവിഷനിലെ കോമഡി പരിപാടികൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിലെല്ലാം സ്ത്രീ വിരുദ്ധത തന്നെയാണ്. 75-കാരിയെ മുത്തശ്ശിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള ന്യൂസിനടിയിലും എന്നാൽ അവര് നല്ല ചരക്കായിരിക്കും എന്ന് ക്രൂരമായി കമന്റ് അടിച്ച് ആ പുരുഷ മേധാവിത്വ ക്രൂര സ്വഭാവം ഇപ്പോഴും തുടരുന്നു. സ്ത്രീയെ അല്ലാതെ ഇങ്ങനെ പരിഹസിക്കാൻ വേറൊരു സാധനം ഇതുവരെ കേരളത്തിലെ പുരുഷന്മാർക്ക് കിട്ടിയില്ല. അപ്പൊ ആണുങ്ങളെ വീരനായകന്മാരായി വാഴ്ത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സ്ത്രീകളെ ട്രോളി കൊല്ലുകയാണ് ചെയ്യുന്നത്.
ബിഗ് ബോസിൽ പങ്കെടുത്ത കടുത്ത സ്ത്രീ വിരുദ്ധത വിളമ്പിയ രജിത് കുമാർ എന്ന സാറിനെ ആരാധക സംഘങ്ങൾ ആർപ്പ് വിളിച്ചു കൊണ്ടാടിയപ്പോൾ ആനീസ് കിച്ചണിൽ താരതമ്യേന ലഘുവായ സ്ത്രീ വിരുദ്ധത പറഞ്ഞ ആനിയെ അതേ ആളുകൾ മത്സരിച്ച് കുറ്റം പറയുന്നത് നമ്മൾ കണ്ടു. തറവാട്ടിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണി ആണുങ്ങൾ ഇങ്ങനെ പടച്ചുവിടുന്ന സ്ത്രീ വിരുദ്ധമായ ട്രോളുകൾ പങ്കിട്ട് കൈയടിച്ച് രസിപ്പിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് അവര് കൊണ്ടുവന്നു. അപ്പൊ കുട്ടികളെയും ഒരു പരിചയമില്ലാത്ത സ്ത്രീകളെയും കുട്ടികളെ അധിക്ഷേപിക്കുന്ന സൈബർ സ്പേസിലുള്ള ഈ ഒരു മനസാക്ഷി കുത്തുമില്ലാത്ത ഈ ആസ്വാദന നിലവാരം കേരളം ആസ്വദിക്കുന്നു. അപ്പൊ ഈ ഒരു ട്രോളുകൾക്ക് വിധേയരാകുന്ന ഇരകൾ എപ്പോഴും എന്തായിരിക്കും അവരുടെ ചിന്ത? അപ്പൊ ആൺകോയ്മയിൽ അധിഷ്ഠിതമായ പൊതുബോധത്തിന്റെ നിയമം അല്പമെങ്കിലും തെറ്റിക്കുന്നവരെയാണ് ഇവർ കൂടുതൽ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഈ പുരുഷാധിപത്യത്തിൽ നിന്ന് നമുക്ക് ഒരു മോചനം, അതായത് സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടല്ലാതെ ഹാസ്യം ഉണ്ടാക്കാൻ സൈബർ സ്പേസുകൾ തയ്യാറാകട്ടെ എന്നൊരു ആഹ്വാനമാണ് ഈ ലേഖനം നൽകുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.